Good morning, all. Good morning, Ma'am. Good morning, ma'am. Good morning, ma'am. Okay, കുറച്ചു നേരമായിട്ടുള്ളല്ലോ. എല്ലാവരും കയറുന്നോളം തോന്നല്ലേ? ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മള് മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. ഒരു ഹോസ്പിറ്റലുകളിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള മോർച്ചറി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ പർപ്പസുകള് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മോർച്ചറിയെ കുറിച്ച് പഠിച്ചത്. ഇപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ് അവിടെ വരെയിൽ എടുത്തത് ആ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞായിരുന്നോ? കംപ്ലീറ്റ് ചെയ്യാം. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ് കംപ്ലീറ്റ് ചെയ്തില്ല പോയിന്റ്സ്? ഓർക്കുന്നുണ്ടോ? മറന്നോയോ? കുറച്ച് ദിവസമായി. ഓക്കെ, നോക്കാം. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ് ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. ദ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റ്ലി പ്രൊസീഡ്. കൃത്യമായിട്ട് തന്നെ മോർച്ചറിയുടെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. The necessary temperature of the mortuary is observed and sustained. അവിടെ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്തുക, അത് നിരീക്ഷിക്കുകയും ചെയ്യുക. ക്ലീൻനെസ് ആൻഡ് ടൈറ്റ്നെസ് ഓഫ് മോർച്ചറി ഈസ് സസ്റ്റൈൻഡ്. അല്ലെ, അതായത് ഒരു അടുക്കും ചിട്ടയും ക്ലീൻ ആയിട്ടും നിലനിർത്തുക. സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റൈൻഡ്. മോർച്ചറിയുടെ സുരക്ഷിതത ഉറപ്പുവരുത്തുക. കാരണം തെളിവുകൾ നശിപ്പിക്കാനൊക്കെ വേറെ ആളുകൾക്ക് വന്നേക്കാം അല്ലെ. Infection control standards and agendas are strictly sustained at all times. ഇൻഫെക്ഷൻ കൺട്രോളും മറ്റു കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യുക? സുരക്ഷ ഉറപ്പുവരുത്തുക, ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെ ചെയ്യുക. സുരക്ഷാ സംവിധാനങ്ങളും മാനദണ്ഡങ്ങളുടെ നടപടികൾ സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓട്ടോപ്സി. എന്താ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓട്ടോപ്സി ഓട്ടോപ്സി മീനിങ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഏതെല്ലാം കേസസിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരണപ്പെടുന്ന എല്ലാ വ്യക്തികളെയും പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ? ആണോ? നിങ്ങളുടെ അറിവില് അങ്ങനെയാണോ? മരണപ്പെട്ട എല്ലാ വ്യക്തികളെയും പോസ്റ്റ്മോർട്ടം ചെയ്യോ? ഇല്ല അല്ലെ. റെയർ ആയിട്ടുള്ള കേസുകൾക്കൊക്കെയാണ് നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഏതെല്ലാം ടൈപ്പ് കേസുകളായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? Sudden death, okay, then accidents, suicide, MLC cases, okay, then വേറെ എന്തൊക്കെ കേസുകളാണ്? അതായത് നമുക്ക് മരണകാരണം തിരിച്ചറിയാത്ത കേസുകൾ, അതുപോലെ തന്നെ മർഡർ കേസുകൾ അല്ലെ. അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് നമ്മൾ റേപ്പ് കേസുകൾ അല്ലെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അപ്പൊ എന്താണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്? എന്താണ് അതിന്? എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിനൊരു എന്തെങ്കിലും ഒരു പർപ്പസ് വേണ്ടി നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു മനുഷ്യ ശരീരം കീറിമുറിച്ച് നമ്മളെ പരിശോധന നടത്തുകയാണോ ചെയ്യുന്നത്? ടു ഫൈൻഡ് ദ കോസ് അല്ലെ. നമുക്ക് മരണകാരണം കണ്ടുപിടിക്കണം. അതാണ് അതിന്റെ ഒരു മെയിൻ എന്താ പറയാ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കാം ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്? ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. അണ്ടർലൈൻ ചെയ്യാം. ഓട്ടോപ്സി എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. കോർപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃതശരീരങ്ങൾ. അപ്പോ മൃതശരീരങ്ങള് അല്ലെങ്കിൽ ശവശരീരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത് അല്ലെ. മൃതശരീരത്തിൽ നമ്മൾ പഠിക്കണം എന്ന് വെച്ചാൽ എന്താ? എന്തുകൊണ്ടാണ് മരിച്ചത്, മരണകാരണം, എന്ത് ടൈമിൽ മരണം സംഭവിച്ചു, ഇതെല്ലാം കണ്ടുപിടിക്കാനാണ് നമ്മള് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ പോസ്റ്റ്മോർട്ടം എന്നുള്ള ടേമിനെ ഓട്ടോപ്സി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ഓട്ടോപ്സി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? Is carried out for clinical as well as medico-legal purpose. അല്ലെ, ക്ലിനിക്കൽ പർപ്പസിനും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ പർപ്പസസിനും വേണ്ടിയിട്ടാണ് നമ്മള് ഒരു ബോഡിയെ പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ചെയ്യുന്നത്. ക്ലിനിക്കൽ അല്ലെ, അതായത് ക്ലിനിക്കൽ പർപ്പസ് മീൻസ് എന്തുകൊണ്ടാണ് രോഗകാരണം മറ്റും കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ പർപ്പസ് എന്ന് പറയുന്നത്.
മെഡിക്കോ ലീഗൽ പർപ്പസ് ഇങ്ങനെയുള്ള കേസുകളാണ് ഈ മെഡിക്കോ ലീഗലിൽ വരുന്നത്. ഓർക്കുന്നുണ്ടോ മെഡിക്കോ ലീഗൽ കേസസുകള്? നിങ്ങൾ പറഞ്ഞ പോലെ സൂയിസൈഡ് കേസസ്, റേപ്പ് കേസുകള്, അങ്ങനെയുള്ള നമുക്ക് കാരണം തിരിച്ചറിയാൻ പാടില്ലാത്ത റെയർ ആയിട്ടുള്ള കേസുകള് മെഡിക്കോ ലീഗൽ പർപ്പസിനും അതുപോലെ തന്നെ ക്ലിനിക്കൽ മരണകാരണം കണ്ടുപിടിക്കാണ്. മെഡിക്കോ ലീഗൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കേസ് അന്വേഷണം ക്രൈം ലെവലൊക്കെ ആകും അല്ലെ. അപ്പോ അങ്ങനെയുള്ള കേസുകൾക്കാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. എന്താണ് ഓട്ടോപ്സി? ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയോ? ശവശരീരങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ ക്ലിനിക്കലായിട്ടും നമ്മൾ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നു അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ലൂസ്ലി ടേംഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറയുന്ന ആ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. ലൂസ്ലി ടേംഡ് ആസ്, ഓൾസോ നോൺ ആസ്, അങ്ങനെയും പറയാം. രണ്ടു തരത്തിൽ നമുക്ക് പറയാം. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി അല്ലെങ്കിൽ ഓർ known as termed as pathological autopsy. അണ്ടർലൈൻ ചെയ്യാം. ഈ ക്ലിനിക്കൽ ഓട്ടോപ്സിനെ തന്നെയാണ് നമ്മൾ പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് വിളിക്കുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി termed as pathological autopsy. അതായത് നമ്മള് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമൊക്കെ മരിച്ച ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും കേസസ് ഒക്കെ ആയിരിക്കും. അപ്പോ അല്ലാതെ വേറെ കേസസോ അന്വേഷണങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. ജസ്റ്റ് എന്തുകൊണ്ടാണ് ആ മരണകാരണം, ആ രോഗകാരണം കണ്ടെത്താനൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. Then is carried out to diagnosis the diseases which has led to the mortality when anti-mortem efforts have failed. എന്താണ് പറയുന്നത്? അതായത് പാത്തോളജി ഓട്ടോപ്സി എന്ന് വിളിക്കുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സിയാണ്. അതായത് ആ മരിച്ചൊരു വ്യക്തിയെ മരണത്തിലേക്ക് നയിച്ച രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതായത് ആന്റിമോർട്ടം മീൻസ് അയാള് എന്തുകൊണ്ടാണ് മരിച്ചത് ആദ്യം അറിയില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് ആ മരണത്തിലോട്ട് നയിച്ച ആ ഒരു കോസ് കാരണം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി ഒരെണ്ണം നോക്കാട്ടെ ഫസ്റ്റ്. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, മെഡിക്കൽ ഓട്ടോപ്സി ഉണ്ട്. ക്ലിനിക്കൽ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ തന്നെ അറിയപ്പെടുന്ന ഒരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം, സ്റ്റഡി ഓഫ് ഡിസീസസ്. ദെൻ നമ്മൾ പറയണത് എന്താണ്? മരിച്ചൊരു വ്യക്തി, മരണപ്പെട്ട വ്യക്തിയുടെ മരണത്തിലേക്ക് നയിച്ച രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഓട്ടോപ്സി എന്താണ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സി വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കുക. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു രോഗം. കോർപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃതശരീരം. കോർപ്സ് മീൻസ് മൃതശരീരം. ഓക്കെ, അപ്പോ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു മരണപ്പെട്ട വ്യക്തി എന്തുകൊണ്ടാണ് ആദ്യം മരണം സംഭവിച്ചത്, അപ്പോ ഏതാണ് അതിന്റെ അസുഖം, മരണത്തിലേക്ക് നയിച്ച രോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ചികിത്സയാണ് അല്ലെ. സോ മരണത്തിലേക്ക് നയിച്ച ആള് മരിക്കുന്നതിന് മുൻപ് അയാൾക്ക് എന്താ അസുഖമൊന്നും കണ്ടെത്തിയിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പോൾ ഒരു കുഴഞ്ഞു വീണ് മരണമായിരിക്കാം, ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു മരണം, പ്രതീക്ഷിക്കാതുള്ള ഒരു സഡൻ ഡെത്ത് ആണ്. സോ അപ്പോ അതിക്ക് മുന്നേ അയാൾക്ക് ഇന്ന രോഗമാണെന്നൊന്നും തെളിയിച്ചിട്ടൊന്നുമില്ല.
ഒരു അസുഖമില്ലാത്ത ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഒരു ദിവസമാണ് സഡൻ ഡെത്ത് സംഭവിക്കുന്നത്. സോ ആ മരണത്തിലോട്ട് നയിച്ച കാരണം അല്ലെങ്കിൽ ആ മരണത്തിലോട്ട് നയിച്ച രോഗം എന്താണെന്ന് കണ്ടെത്താനാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പോ ഈ മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴായിരിക്കും അത് ചിലപ്പോ ആന്തരിക അവയവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളത് മരണത്തിന് ശേഷമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് when antemorbid effort have failed. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടില്ലാന്ന് ആ പേഷ്യന്റിനെ. ഇപ്പൊ ചില പേഷ്യൻസിന് ഓൾറെഡി എന്തെങ്കിലും അസുഖമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെട്ട് പോവുകയാണ് അല്ലെ. അപ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അറിയണ്ടേ, ഇനി എന്തെങ്കിലും മർഡർ ചെയ്തതാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. ചിലപ്പോ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ അസുഖം ഉള്ളത് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ക്ലിനിക്കൽ ഓട്ടോപ്സി? ഓക്കെ, വായിച്ചു എല്ലാവരും? വായിച്ചു കഴിഞ്ഞു? ക്ലിയർ ആണോ ഓട്ടോപ്സിയും ക്ലിനിക്കൽ ഓട്ടോപ്സി? നമുക്ക് ചെറിയ ഷോർട്ട് നോട്ട് എഴുതി വെക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ചെറിയ ഷോർട്ട് നോട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഓട്ടോപ്സി നോക്കി, അതില് ക്ലിനിക്കൽ ഓട്ടോപ്സി നോക്കി. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത്, അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഇനി ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് കൊണ്ടുള്ള പർപ്പസ്, അതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് നോക്കാം. ഫസ്റ്റ് വൺ, to establish the nature of the diseases which has led to death when antemorbid attempts have failed. അതായത് എന്താണ് പറയുന്നത്, രോഗത്തിന്റെ സ്വഭാവം അല്ലെ, അതായത് എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസസ്, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ അത് സ്ഥാപിക്കുന്നതിന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് മരണത്തിന് മുന്നേ എന്താണ് അസുഖമില്ലാത്തൊരു പേഷ്യന്റ് ആയിരുന്നു. സോ ഈ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് വഴി ആ ഒരു അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നു. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസസ്, എന്തുകൊണ്ടാണ് മരണകാരണം, ആ മരണകാരണത്തിന്റെ ആ രോഗത്തിന്റെ നേച്ചർ, രോഗം എന്താണെന്നും അതിന്റെ ഒരു സ്വഭാവത്തെ ഈ പോസ്റ്റ്മോർട്ടം വഴി തിരിച്ചറിയുന്നു. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസസ് which has led to death when antemorbid attempts have failed. ഓക്കെ, മരണകാരണത്തിന് നമ്മൾ ആ ഒരു രോഗത്തിന്റെ സ്വഭാവത്തെ തിരിച്ചറിയുന്നു. സെക്കൻഡ് വൺ, to study pathology of diseases which has led to death even when diagnosis has been established prior to death. അല്ലെ, നോക്കാം, മരണത്തിന് മുൻപ് രോഗനിർണയം കണ്ടുപിടിച്ചെങ്കിലും ആ രോഗത്തെ കുറിച്ച് പഠിക്കുക, ആ രോഗത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇതുപോലെ മരണത്തിന് മുന്നായിട്ട് തന്നെ രോഗം ചെറിയ രീതിയിൽ ആ പേഷ്യന്റിന് രോഗം കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, എങ്കിലും പെട്ടെന്നുള്ള സഡൻ ഡെത്ത് കാരണം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സോ ആ രോഗത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞെങ്കിലും ആ രോഗത്തെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ, അതായത് ഇതിപ്പോ ചില അസുഖങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമായിരിക്കാം ഇല്ലേ, ചില റയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്, രോഗങ്ങളുണ്ട് ഇല്ലേ, നമുക്ക് ചുറ്റുപാടും അങ്ങനെ റയർ ആയിട്ടുള്ളത്. ചിലപ്പോൾ 1,00,000 ഒരാൾക്ക് വരുന്ന അസുഖമായിരിക്കാം. അപ്പോ അങ്ങനെയൊക്കെയുള്ളൊരു പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുവാൻ, പഠിക്കുവാൻ, അത് ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ഒരു ഉദ്ദേശമാണ് അല്ലെ. ഇപ്പൊ റയർ ആയിട്ടുള്ള കേസ് ഒരു രോഗമാണ്, അപ്പൊ ഈ രോഗം ഇതുവരെ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല, ഈ ഒരാൾക്കായിരിക്കാം കണ്ടെത്തിയത്. അപ്പൊ ആ ഒരു രോഗത്തെ കുറിച്ചിട്ട് ഒരു റിസർച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റഡിയൊക്കെ ചെയ്യാം. ക്ലിയർ ആയോ? രണ്ട് പോയിന്റ്, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ രണ്ട് പർപ്പസുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് ടു എസ്റ്റാബ്ലിഷ് the nature of diseases which has led to death when antemorbid attempts have failed. അതായത് ആന്റിമോർട്ടം അറ്റംപ്റ്റ്, അതായത് അവർക്ക് രോഗം കണ്ടുപിടിക്കാനായിട്ട്, രോഗത്തിന്റെ സ്വഭാവം എന്തുകൊണ്ടാണ് മരണപ്പെട്ടത്, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ. രണ്ടാമതായിട്ട് പറയുന്നത് ടു സ്റ്റഡി പാത്തോളജി ഓഫ് ഡിസീസസ് which has led to death even when diagnosis has been established prior to death. അല്ലെ, ഇപ്പോ മരണകാരണം അറിയാമെങ്കിലും ചിലപ്പോ നമ്മൾ പറഞ്ഞു ഒരാൾക്കൊക്കെ സംഭവിക്കുന്ന അസുഖമാണെങ്കിൽ ആ ഒരു രോഗത്തെ കുറിച്ചിട്ട് കൂടുതൽ പഠനങ്ങളും അല്ലെങ്കിൽ റിസർച്ചുകളൊക്കെ നടത്താനും നമ്മളെ ക്ലിനിക്കൽ ഓട്ടോപ്സി ഉദ്ദേശമാണ്, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ട് പർപ്പസുകളാണ് പറയുന്നത്. രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ അടുത്ത് മെഡിക്കൽ ലീഗിലാണ് പറയുന്നത്. അപ്പൊ ക്ലിനിക്കലിന്റെ കഴിഞ്ഞു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. രണ്ട് പർപ്പസുകളാണ്.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? വായിച്ചതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മലയാളത്തിലോ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കാം. ഇനി നമ്മളിപ്പോ ക്ലിനിക്കൽ ഓട്ടോപ്സി ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മെഡിക്കോ ലീഗൽ, ദാറ്റ് ഈസ് ML ഓട്ടോപ്സി. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, അതായത് നമ്മൾ പറഞ്ഞ കേസ് അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. Medico legal autopsy is executed with the aim of providing answers to the questions about the identity, cause of death, time of death, situation of death, etc. അപ്പോ എന്താണ് മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ കാരണം, ഐഡന്റിറ്റി, അതായത് മരണകാരണം, മരിച്ചയാളെ തിരിച്ചറിയുക, അതുപോലെ തന്നെ കോസ് ഓഫ് ഡെത്ത്, മരണകാരണം, ടൈം ഓഫ് ഡെത്ത്, അതിന്റെ ടൈം എപ്പോഴാണോ ടൈം തിരിച്ചറിയുക, അതുപോലെ തന്നെ മരണ സാഹചര്യങ്ങൾ, ആ സിറ്റുവേഷൻസ് തുടങ്ങിയവയ്ക്ക് ഒരു ആൻസർ നൽകുന്നത്, അല്ലെ, തുടങ്ങിയവയ്ക്ക് ഉത്തരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസുകൾ ചെയ്യുന്നത്. അതായത് ഫുൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വേണം ആ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ. ക്ലിനിക്കലാണെങ്കിൽ ഇങ്ങനെയുള്ളത് മറ്റേ ചെറിയ കൂടുതലായിട്ട് അന്വേഷിക്കണമെന്നില്ല. ജസ്റ്റ് എന്താണ് മരണകാരണം, എന്ത് അസുഖം കൊണ്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ ആ ഒരു രോഗകാരണം മാത്രം കണ്ടെത്തിയാൽ മതി. പക്ഷേ മെഡിക്കോ ലീഗൽ എന്ന് പറയുമ്പോൾ കുറച്ച് മർഡർ കേസുകളാകാം, ക്രൈം കേസുകളൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള കേസുകളൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഐഡന്റിറ്റി തിരിച്ചറിയണം. പിന്നെ എപ്പോഴാണ് മരണം സംഭവിച്ച ടൈം, പിന്നെ എന്താണ് സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം, ഇതിനെല്ലാം ഉത്തരം നൽകേണ്ടത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയാണ്. നമ്മുടെ ഫിലിമിലൊക്കെ കാണാറില്ല നിങ്ങള്, സിനിമയിലൊക്കെ കുറച്ച് ഇങ്ങനത്തുള്ള എന്താ പറയാ ക്രൈം ഫിലിംസിലൊക്കെ നിങ്ങള് എക്സാമ്പിൾ ഒന്നും പറയല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒത്തിരി ഫിലിമിലൊക്കെ ഉണ്ട്. അപ്പോ അതുപോലെ തന്നെ അതിലിതുപോലെ മരണ കാരണങ്ങളും അല്ലെ, അത് കറക്റ്റ് ആയിട്ട് എവിടെ സംഭവിച്ചു, ഭയങ്കര തെളിവെടുപ്പുകളും തമ്മി വെച്ച് ചെയ്ത് നോക്കലും അല്ലെ, അങ്ങനെയുള്ള പല പല കേസുകൾ നമ്മൾ കാണാം. ഭയങ്കരമായിട്ട് ആ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഭയങ്കര ഒരു ലെവലിൽ അന്വേഷിക്കുന്ന കേസുകൾ, ചിലപ്പോൾ അത് CBI കൈമാറിയുള്ള കേസുകളൊക്കെ ആകാം അല്ലെ. നമ്മൾ ഫിലിമിലൊക്കെ കാണാറില്ലേ? നിങ്ങൾ കാണാറില്ലേ? ഫിലിം ഒന്നും കാണാറില്ല ആരും? ആരും കാണാറില്ല? എന്തൊക്കെയൊരു റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? കാണാറുണ്ട് അല്ലെ? എക്സാമ്പിൾ ഇപ്പോ എന്താ എക്സാമ്പിൾ ഒത്തിരി ഫിലിമുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസ് അന്വേഷണ സിനിമകളൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാട്ടോ, ഇങ്ങനെയുള്ള ഓട്ടോപ്സിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ ഇരിക്കും അല്ലെ. ഓക്കെ, കമന്റ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുണ്ടെങ്കിൽ ഉറക്കത്തിലാണോ രാവിലെ തന്നെ വിചാരിച്ചോ? ഓക്കെ, റെസ്പോണ്ട് ഒക്കെ ചെയ്യാട്ടോ. അപ്പോ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്. തമിഴ് മൂവി ഉണ്ട്, നമ്മളുടെ മലയാളത്തിലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഫോറൻസിക്കിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ക്രൈം ആയിട്ടുള്ള ക്രൈം മൂവീസിലൊക്കെയാണ് കുറച്ച് ഇങ്ങനെയുള്ള കേസ് അന്വേഷണങ്ങളും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ഓക്കെ, then is benefiting in the law enforcing agencies to settle the crime. So അതുകൊണ്ട് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ബെനഫിറ്റബിൾ ആണെന്ന് ആർക്കാണ്? ലോ എൻഫോഴ്സിംഗ് ഏജൻസി, അതായത് ഇതുപോലെ തന്നെ നമ്മുടെ CBI-യും അങ്ങനെയുള്ള ക്രൈം ബ്രാഞ്ച് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കുറച്ചുകൂടി ബെനഫിറ്റ് ആണ് ഇങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം. കാരണം ഈ ഒരു ML ഓട്ടോപ്സി ചെയ്യുന്നതിലൂടെ ഇത്രയും ഡീറ്റെയിൽസ് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. അതായത് മരണകാരണവും മരണപ്പെട്ട സമയവും സിറ്റുവേഷൻസും ആ ഒരു ഡെഡ് ബോഡിയെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളും ML ഓട്ടോപ്സി വഴി ലഭിക്കുന്നു. സോ അത് ഇതുപോലെ തന്നെ ക്രൈം ഏജൻസിക്കും മറ്റും ബെനഫിറ്റബിൾ ആണ്. ഓക്കെ, ഇതാണ് മെഡിക്കോ ലീഗൽ അല്ലെങ്കിൽ ML ഓട്ടോപ്സി എന്ന് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക, ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അതിന് നമുക്ക് പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി നോക്കണം. അപ്പൊ ML ഓട്ടോപ്സി എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാം.
ഓക്കെ, അപ്പോ എന്താണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. MI എന്നാണോ പ്രിന്റിൽ കിടക്കുന്നത്? നിങ്ങളുടെ PDF എങ്ങനെയാണ്? ML എന്ന് തന്നെയാണോ? ML എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സ്ക്രീനിൽ കാണുന്നതില്ല, MI എന്നാണ് കൊടുത്തിരിക്കുന്നത്. ML ഓട്ടോപ്സി കേട്ടോ. അപ്പൊ പർപ്പസ് ആണ്. ഇനി മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. MI ആണ്. ഓക്കെ, അത് ML ആണ് കേട്ടോ, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി. ഓക്കെ, ML മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ കേട്ടോ. നോക്കാം. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. എന്താണ് പറയുന്നത്? ഫൈൻഡ് ഔട്ട്, മരണത്തിന്റെ കൃത്യമായിട്ടുള്ള എക്സാക്ട് കോസ്, കൃത്യമായിട്ടുള്ളൊരു കാരണവും അതുപോലെ തന്നെ മാനർ ഓഫ് ഡെത്ത്. മാനർ ഓഫ് ഡെത്ത് മീൻസ് അത് എന്താണ്? മാനർ എന്ന് പറഞ്ഞാൽ രീതി, എങ്ങനെയാണ് മരിച്ചത്, ആ ഒരു മരണ രീതിയും കണ്ടെത്തുക. ഓട്ടോപ്സി മീൻസ് എന്താണ്? പോസ്റ്റ്മോർട്ടം. ഇപ്പോഴാണോ ക്ലാസ്സിൽ കയറിയത്? ഇത്ര നേരം നമ്മൾ പോസ്റ്റ്മോർട്ടം, ക്ലിനിക്കൽ ഓട്ടോപ്സി, മെഡിക്കൽ ഓട്ടോപ്സി ഉടൻ വരെയിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ദെൻ നോക്കാം പർപ്പസ് ഓഫ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത് അല്ലെ. അതായത് മരണത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണവും അതുപോലെ രീതി, എങ്ങനെയാണ് മരണപ്പെട്ടത്, ആ രീതിയും എന്ത് ചെയ്യുക? കണക്കാക്കുക. ടു ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കുക. സെക്കൻഡ് വൺ, to establish identity of the deceased. Deceased എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? To establish identity, മരിച്ചയാളുടെ ഐഡന്റിറ്റി സ്ഥാപിക്കുക. Deceased എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച വ്യക്തി, മരിച്ചുപോയ മരണപ്പെട്ട വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then മരണപ്പെട്ട ആളിന്റെ എന്താണ്? To establish identity, ആളെ തിരിച്ചറിയുക. മീൻസ് വ്യക്തികൾ അതാരാണെന്ന് നമ്മൾ തിരിച്ചറിയില്ലേ? ചിലപ്പോ ഐഡന്റിഫൈ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ ആളുടെ ഐഡന്റിഫൈ ചെയ്യുക. ടു ഫൈൻഡ് ഔട്ട് ദ ടൈം സിൻസ് ഡെത്ത്, മരണസമയം കണ്ടെത്താം. കൃത്യമായിട്ടുള്ള മരണസമയം, ചിലപ്പോ മരിച്ചിട്ടൊരു 3-4 മണിക്കൂറുകളൊക്കെ ആയിട്ടുണ്ടാകും. സോ മരണം നടന്നിട്ട് എത്ര സമയമായെന്നുള്ളത് കറക്റ്റ് ആ ഒരു ടൈം കണ്ടെത്തുക. ടു കളക്ട് ട്രേസ് എവിഡൻസ് അല്ലെ, അതായത് തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി. കറക്റ്റ് ആയിട്ടുള്ള ട്രേസ് എന്ന് വെച്ചാൽ കണ്ടെത്തുക, ശേഖരിക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. ടു കളക്ട് ട്രേസ്, തെളിവുകൾ ശേഖരിക്കുവാൻ. റീഓർഗനൈസേഷൻ ഓഫ് ക്രൈം സീൻ. ക്രൈം സീൻ അതായത് കുറ്റകൃത്യം നടന്നതിന്റെ ഒരു പുനഃസംഘടന ചെയ്യാന്ന്. അതായത് കുറ്റകൃത്യങ്ങൾ നടന്ന ആ ഒരു സ്ഥലത്തിന്റെ പുനരാവിഷ്കരണത്തിന് വേണ്ടി. അതായത് ഇപ്പൊ നമ്മള് തെളിവെടുപ്പിനൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ കൊണ്ടുപോകും അല്ലെ. ഇപ്പൊ നമ്മള് എവിടെയാണ് സംഭവം നടന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ ചെന്നിട്ട് റീക്രിയേറ്റ് ഒക്കെ ചെയ്യില്ലേ. അതായത് സിനിമയിലൊക്കെ കണ്ടില്ലേ നിങ്ങള്? ആ ഒരു ഏരിയയിൽ പോയിട്ട് ഇതുപോലെ നമ്മൾ ഡമ്മിലേക്ക് വെച്ചിട്ടൊക്കെ ചെയ്യില്ലേ? അങ്ങനെയുള്ളൊരു പുനരാവിഷ്കരണം. ഓക്കെ, അപ്പോ 5 ഉദ്ദേശങ്ങളാണ് ML ഓട്ടോപ്സിക്കുള്ളത്. ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, കാരണം കണ്ടെത്തുക. Then identify the deceased, മരിച്ചയാളിന്റെ ഐഡന്റിറ്റി തിരിച്ചറിയുക. ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്, മരിച്ചിട്ട് എത്ര ടൈം ആയെന്ന് കണ്ടുപിടിക്കുക. ടു കളക്ട് ട്രേസ് എവിഡൻസ്, തെളിവുകൾ ശേഖരിക്കുക. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻസ് മീൻസ് പുനരാവിഷ്കരണം നടത്തുക. 5 പർപ്പസ് ആണ്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി.
വായിച്ചു കഴിഞ്ഞോ? പർപ്പസ് 5 പർപ്പസുകളാണ് നമ്മൾ വായിച്ചത്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. Then ലാസ്റ്റ് ഒരു കുഞ്ഞു പാരഗ്രാഫ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക. Even though the procedure of both autopsies is same. അല്ലെ, നമ്മള് 2 ഓട്ടോപ്സികളെ കുറിച്ചാണ് പഠിച്ചത്, ക്ലിനിക്കൽ ഓട്ടോപ്സിയും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും. Even though the procedure of both autopsies is same. അല്ലെ, പറഞ്ഞു വരുമ്പോൾ 2 ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. They are dissimilar in some aspects. പക്ഷെ ചില വശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ 2 ഓട്ടോപ്സിയും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടത്. എന്താണ് വ്യത്യാസം എന്ന് നോക്കാം കേട്ടോ. Usually the clinical autopsy is performed by the pathologist. Underline ചെയ്യുക. Clinical autopsy is performed by pathologist. പാത്തോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അതായത് ക്ലിനിക്കൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഒരു പാത്തോളജിസ്റ്റ് ആയിരിക്കും. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ഡോക്ടറാണ്. സ്പെഷ്യലൈസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഒരു നമ്മളെ ഒരു മരണകാരണം, എല്ലാ അസുഖത്തിന്റെ കാരണം കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടറാണ്, ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. പാത്തോളജി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. സോ ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യുന്നത് ഒരു പാത്തോളജിസ്റ്റ് ആയിരിക്കും. ആൻഡ് ML മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ബൈ ഫോറൻസിക് എക്സ്പേർട്ട്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടും ആയിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോംഡ് ബൈ അല്ലെങ്കിൽ ML ഓട്ടോപ്സി പെർഫോംഡ് ബൈ. ഓക്കെ, പ്രീവിയസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളുടെ മോർച്ചറി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ദെൻ ജസ്റ്റ് നമുക്കതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുക. ദെൻ കുറച്ച് ചെറിയൊരു ഷോർട്ട് നോട്ട് കൂടി നമുക്ക് എഴുതിയെടുക്കാനുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ക്ലിയർ ആണോ? ഈ ചാപ്റ്റർ മനസ്സിലായോ നിങ്ങൾക്ക്? ഡൗട്ട്സ് ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ്. നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത രീതിയാണെങ്കിലും കുറച്ച് എന്തെങ്കിലും ഒരു അറിവ് മോർച്ചറിയെ കുറിച്ച് കിട്ടിയോ? അല്ലെ, ഒട്ടും അറിയാൻ പാടില്ലാത്ത ഒരാരും ഇല്ലല്ലോ. ഒന്നും ഇപ്പൊ ഒരു മോർച്ചറി എന്താണ് മോർച്ചറി അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ്, ഒട്ടും അങ്ങനെ ഒരവസ്ഥയില്ല എല്ലാവർക്കും. ഉറപ്പാണല്ലോ? ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് തുടങ്ങി നമുക്ക് നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, അടയാളപ്പെടുത്തേണ്ടത് അടയാളപ്പെടുത്തി തന്നെ പോവുക. ഇനി ക്ലാസ്സിൽ കയറാത്തവരോ എന്തെങ്കിലും ക്ലാസ് മിസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ജസ്റ്റ് അടയാളപ്പെടുത്താനുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തിക്കൊള്ളും. ഓക്കെ, അപ്പോ മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞത്. ദെൻ അപ്പോ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ്, ഇൻവൈറ്റബിൾ പാർട്ടാണ്. ദെൻ എ മോർഗ്യൂ ഓർ മോർച്ചറി, അല്ലെ, ഒരു മോർഗ്യൂ അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയാം. നമ്മൾ അവിടെയാണ് ഡെഡ് ബോഡീസ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഏരിയ. ദെൻ മൂന്നാമത്തെ പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. The term morgue is derived from French word morgue. അല്ലെ, അപ്പോ ഈ മോർഗ്യൂ എന്നുള്ളൊരു ടേം വന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്, അല്ലെ, ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗ്യൂ എന്നാണ്. വിച്ച് മീൻസ് ടു ലുക്ക് solemnly to defeat. മീൻസ് ഗൗരവത്തോടെ സൂക്ഷിക്കുക, ഗൗരവത്തോടെ മുറുകെ പിടിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് മോർഗ്യൂ. അല്ലെങ്കിൽ അതാണ് പിന്നീട് നമ്മൾ മോർച്ചറി ആയിട്ട് മാറിയത്. അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്. Which means to look solemnly to death. Morgue is mostly used in North America. Morgue എന്നുള്ള ടേം നോർത്ത് അമേരിക്കയിലാണ് കൂടുതലും യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ വൈൽ ഇംഗ്ലീഷ് വൈൽ മോർച്ചറി, നമ്മൾ കോമൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ മോർച്ചറി എന്ന് തന്നെയാണ് അത് പറയുന്നത്. ദെൻ നമ്മൾ അടുത്ത് നോക്കിയത് നീഡ് ഫോർ മോർച്ചറി ആണ്. അപ്പോ അതിൽ കുറച്ച് പോയിന്റ്സുകളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒന്ന് വായിച്ച് പഠിക്കുക. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ബൈ ഹാർട്ട് ചെയ്താൽ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മളുടേതായ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിച്ചോളൂ. അപ്പൊ നമുക്ക് പോയിന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ഫങ്ഷൻസ് ഓഫ് മോർച്ചറി ആണ് പഠിച്ചത്. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവിടെ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? നമ്മൾ ഡെഡ് ബോഡീസ് ആർ നോട്ട് ക്ലെയിംഡ്. ക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് 72 hours-ലാണ്. അതൊന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നമ്മള് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് എത്ര അവേഴ്സ് ആണ്? 72 hours ആണ് ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അതിന്റെ കുറച്ച് പോയിന്റുകളൊക്കെയാണ് നോക്കിയത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു നോൺ മെഡിക്കോ ലീഗലും മെഡിക്കോ ലീഗൽ കേസ് പർപ്പസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ലൊക്കേഷൻ നോക്കി അല്ലെ, പ്ലാനിങ് പാരാമീറ്റർ ഓഫ് മോർച്ചറി. അപ്പോ പ്ലാനിങ് പാരാമീറ്ററിലുള്ള മോർച്ചറിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞത് ഡൂബിയസ് ഒബ്സ്കർ പ്ലേസിലായിരിക്കും അല്ലെ, അതായത് സെപ്പറേറ്റ് ബിൽഡിങ്ങിലാണ് അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ളത് അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്കൊരു എൻട്രൻസിലൊന്നും ആയിരിക്കില്ല മോർച്ചറി, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിലായിരിക്കും, നോൺ ഡിസ്റ്റർബിംഗ് ആയിരിക്കും, ICUലും OTയിലും എമർജൻസിയിലൊക്കെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. ദെൻ സ്പേസ് റിക്വയർമെന്റിൽ നമ്മൾ പറഞ്ഞത് COPP കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അണ്ടർലൈൻ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ് അതിന്റെ സ്പേസ് റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ദെൻ അവിടെ ഒരു സ്പേസിന്റെ കാര്യം പറയുന്നുണ്ട്, 6 to 8 സ്ക്വയർ ഫീറ്റ് ആണ് പറയുന്നത്. അത് അങ്ങനെ എടുത്തെന്ന് ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ, എങ്കിലും വിട്ടുകളയണ്ട, പഠിച്ചു വെച്ചോളൂ. COPP ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നോക്കണം. ദെൻ നമ്മള് ഫങ്ഷണൽ ഏരിയാസ് നോക്കി അല്ലെ, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, അതുപോലെ റിസപ്ഷൻ, ട്രോളി ബേ, വെയിറ്റിംഗ് ഏരിയ, സ്റ്റോറേജ് ചേംബർ. അപ്പൊ അത് ഓരോന്നും എന്താണെന്നൊന്ന് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, the place where bodies are observed and documents examined, it should be easily reachable and approachable. അങ്ങനെ ഒരു കോട്ട് പോലെ തന്നിട്ട് ഐഡന്റിഫൈ ദ വിച്ച് ഫങ്ഷണൽ ഏരിയ ഇൻ ദ മോർച്ചറി. ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക അങ്ങനെ. അപ്പൊ ഓരോ ഏരിയകള് ഏതാണ്, ആ ഏരിയയിൽ എന്താണ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കാം. ഇപ്പൊ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മള് ഡോക്യുമെന്റ്സ് കാര്യങ്ങളും സൂക്ഷിക്കുന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ട്രോളി ബേ, അടുത്തത് എന്താണ് ട്രോളി ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മള് ട്രോളി ഉപയോഗിക്കുന്നത്. ട്രോളിയിലെ നമ്മള് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ട്രോളി ബേ. It should within reach in the reception. റിസപ്ഷന്റെ അടുത്തൊക്കെ തന്നെ ആയിരിക്കണം ട്രോളി ബേ. ദെൻ വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് ഏരിയയിൽ പറയുന്നത് എന്താണ്, ഒരു വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ 15 മീറ്റർ സ്ക്വയർ ആയിരിക്കണം അതിന്റെ ഒരു അളവ്. ദെൻ എൻട്രി വിസിറ്റിംഗ് ആണ്, വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ മാത്രമാണ് അതിലേക്ക് എൻട്രി ഉള്ളത്. അതാണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഈ റിസപ്ഷനും വെയിറ്റിംഗ് ഏരിയയും തമ്മിൽ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വന്നേക്കാം, മാറിപ്പോകാം. എക്സാമിനും ആ സമയത്ത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓരോന്നും പഠിച്ചു പോവുക അല്ലെ. നിങ്ങൾക്ക് വെയിറ്റിംഗ് ഏരിയയും റിസപ്ഷനും തമ്മിൽ ചിലപ്പോൾ മാറിപ്പോകും. നമ്മളുടെ മൈൻഡിലോട്ട് ചിലപ്പോൾ എന്തായിരിക്കും, റിസപ്ഷൻ എന്ന് പറയുമ്പോഴും വിസിറ്റേഴ്സും റിലേറ്റീവ്സും റിസപ്ഷനിൽ ഇരിക്കാലോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ചിന്തിക്കില്ലേ നിങ്ങള്? നമുക്ക് കൺഫ്യൂഷൻ ആയോ അവിടെ? ആണോ? യെസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. കാരണം ഇതുപോലെ ചോദിക്കാം ക്വസ്റ്റ്യൻ നമുക്ക് ഏത് വിധത്തിലും പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ റിസപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ്. അതുപോലെ ഡെഡ് ബോഡീസ് ഒബ്സർവ് ചെയ്യുന്നതും ഡോക്യുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതാണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. വെയിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിറ്ററും റിലേറ്റീവ്സും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക. അത് രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കാം, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ സ്റ്റോറേജ് ചേംബർ മീൻസ് സ്റ്റോറേജ് ആയിട്ടുള്ള റൂമുകൾ, കോൾഡ് ചേംബേഴ്സ്. അതായത് നമ്മൾ അതിലാണ് പറഞ്ഞത് പോസിറ്റീവ് ചേംബറും നെഗറ്റീവ് ചേംബറും. ഇനി പോസിറ്റീവ് ചേംബറിലെയും നെഗറ്റീവ് ചേംബറിലെയും ടെമ്പറേച്ചറുകൾ കൃത്യമായിട്ട് പഠിക്കണം. ആ ഒരു മെഷർമെന്റ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവിലാണെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്, 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെഗറ്റീവ് ചേംബറിലാണെങ്കിലോ -15 ഡിഗ്രി ആൻഡ് -25 ഡിഗ്രി. ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല, നെഗറ്റീവിനുള്ളൊരു സൈൻ ചേർക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ, ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കും കേട്ടോ. അവിടെ നെഗറ്റീവ് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ പ്രിന്റിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നോ? -15 മാത്രം വരുന്നില്ലേ? ആണോ? ഓക്കെ, അപ്പൊ -25 എന്നും കൂടി ആക്കാം കേട്ടോ. -25 അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചറിലെയും നെഗറ്റീവ് ടെമ്പറേച്ചറിലെയും ആ കൃത്യമായിട്ടുള്ള മെഷർമെന്റ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റൂം ആണ് അല്ലെ. പോസ്റ്റ്മോർട്ടം റൂം നമ്മൾ പറഞ്ഞു ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്, പക്ഷെ 2 ഡിഫറൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഡിഫറൻസ് ഓർക്കുന്നുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററും പോസ്റ്റ്മോർട്ടം റൂമും തമ്മിലുള്ള ഡിഫറൻസ് ആർക്കും ഓർമ്മയില്ല? നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ട്. ഓക്കെ, എന്തായിരുന്നു?
ഇൻസൈഡ് ഇൻഫെക്ഷൻ. ഇൻസൈഡ് ഇൻഫെക്ഷൻ എവിടത്തെയായിരുന്നു? പോസ്റ്റ്മോർട്ടം എന്തൊക്കെയാ അറിയാം അല്ലേ? നോക്കാം. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻസ് അകത്തേക്ക് വരാൻ പാടില്ല. ഓക്കെ. OT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ അവോയ്ഡ് ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ. ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഇൻസൈഡ് ഓഫ് ഇൻഫെക്ഷൻ OT-യിലാണോ? ശ്രദ്ധിച്ച് നോക്കി. The major difference between mortuary and the OT is that OT utmost care is required to avoid outside infection. അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ടോണിൽ കണക്ട് ചെയ്തേ. OT എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ. സിമ്പിൾ അല്ലേ പഠിക്കാൻ? കണക്ട് ആയില്ലേ? OT ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ, പോസ്റ്റ്മോർട്ടം ഇൻസൈഡ് ഇൻഫെക്ഷൻ. ഓക്കെ, കണക്ട് ചെയ്യാലോ? OT എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ. കണക്ട് ചെയ്ത് പഠിച്ചൂടെ? OT ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ. ദെൻ പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റൂമിലെ ഇൻസൈഡ്. ക്ലിയർ ആയില്ലേ? ഇനി മറന്നുപോകില്ലല്ലോ, മാറിപ്പോകരുത്. ഇനി മാറിപ്പോകാൻ ഒരു വഴിയില്ല, കാരണം OT ഔട്ട്സൈഡ്. അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ രണ്ട് പ്രധാന ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഔട്ട്സൈഡ് OT-യിലാവുമ്പോൾ ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. ദെൻ പോസ്റ്റ്മോർട്ടം റൂമിലാകുമ്പോൾ ഇൻസൈഡ് ഇൻഫെക്ഷൻ, അകത്തുനിന്നുള്ളത് പുറത്തേക്ക് വരാൻ പാടില്ല. ഓക്കെ, നമ്മളെ പെട്ടെന്ന് ഇതുപോലെ തന്നെയാണ് എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കും. അപ്പോ നിങ്ങൾ ഔട്ട്സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന്റെ ആയിരിക്കാം അല്ലെ? പോസ്റ്റ്മോർട്ടം റൂമിന്റെ ആയിരിക്കാം. നമ്മൾ വേഗം ചാടി അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഒരു മാർക്ക് നിങ്ങളുടെ പോയോ? ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. OT എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ ആണ്. 1-2 പ്രാവശ്യം വായിച്ചിട്ട് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്നിട്ട് നമ്മളുടെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. ഇങ്ങനെയല്ലേ എന്ന് ആലോചിച്ച് നോക്കാം. ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യല്ല വേണ്ടത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് നോക്കാം. ഓക്കെ, ദെൻ ബാക്കി നമ്മൾ ഓരോ എന്തൊക്കെയാണ് ഏരിയകൾ എന്നാണ് അടുത്തത് പറഞ്ഞത്. പിന്നെ നമ്മൾ അടുത്തത് പറഞ്ഞത് ടൈപ്സ് ഓഫ് മോർച്ചറി ആണ്. ടൈപ്സ് ഓഫ് മോർച്ചറിയിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് മോർച്ചറിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, ദെൻ പ്രൈവറ്റ് മോർച്ചറി അല്ലെ? 3 ടൈപ്പ് ഓഫ് മോർച്ചറികളാണ് പഠിച്ചത്. അപ്പൊ അതില് വെയിറ്റിംഗ് മോർച്ചറി നമ്മൾ പറഞ്ഞു, ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് സ്പെസിഫിക്കലി ഫോർ ഫ്രെയിമിംഗ് ദ ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. അദ്ദേഹം ശരിക്കും അയാൾ മരണപ്പെട്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറി സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് മരണകാരണം മരിച്ചോ എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ. വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ മരിച്ചോ എന്ന് കാത്തിരിക്കാതെ, അതായത് നമ്മൾ ആള് ശരിക്കും മരണപ്പെട്ടോ, ചെറിയ ജീവൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം, വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് വെയിറ്റിംഗ് മോർച്ചറി. ദെൻ ഹോസ്പിറ്റൽ മോർച്ചറി നമ്മൾ പറഞ്ഞു, സിറ്റുവേറ്റഡ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ഹോസ്പൈൽസ് റിട്ടയർമെന്റ് ഹോമുകളിലോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ മോർച്ചറി ചെയ്യുന്നത്. ദെൻ അവിടെ നമ്മൾ പറഞ്ഞു സാലറി ഒക്കെ കൊടുത്തു നിർത്തുന്ന ഒരു പേഴ്സൺ ഉണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഓർമ്മയുണ്ടോ? എന്താണ് പേര്? ഹോസ്പിറ്റൽ മോർച്ചറിയില് സാലറി ഒക്കെ കൊടുത്തു നിൽക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫിന്റെ പേര് ഓർമ്മയില്ല? സ്റ്റാഫിന്റെ പേര് എന്തായിരുന്നു? ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു മോർട്ടീഷ്യൻ. ദെൻ അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പറഞ്ഞത്. അടുത്തത് പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂരിയൽ ക്രിമേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡെത്തിൽ സംഭവിക്കുന്ന മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം എന്താണ് വീടുകളിൽ വെച്ച് മരണം സംഭവിക്കുന്ന വേറെ എന്താ പറയാ ഇൻഫെക്ഷനുള്ള കേസുകളൊന്നും പ്രൈവറ്റ് മോർച്ചറിയിൽ വെച്ചിട്ടില്ല. എന്തെങ്കിലും അസുഖങ്ങളാൽ മരണപ്പെട്ടവരുടെ ഡെഡ് ബോഡീസ് മാത്രമാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ വെക്കുന്നത്. ഓക്കെ, പോയിന്റ്സുകളും ഒന്ന് പഠിക്കണം കേട്ടോ. പ്രൈവറ്റ് മോർച്ചറിയുടെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. ദെൻ നമ്മൾ നോക്കിയത് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. 5 പോയിന്റ് ഉണ്ട്. 5 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം അതിനുള്ളിൽ വരാത്തതും വരുന്നത് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മോക്ക് ടെസ്റ്റിൽ ചോദിക്കാറില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് ചോദിക്കാറില്ലേ? അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളത് ഫുള്ളായിട്ട് പഠിക്കണം. ഒരു 1-2 പോയിന്റ് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതും ഇൻക്ലൂഡ് ചെയ്യാത്തതും ചോദിക്കാറ്. ഓക്കെ, അപ്പോ അത്തരത്തിലും നമുക്ക് നമ്മളുടെ എക്സാമിനും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാണ്ട് നിങ്ങൾ 5 പോയിന്റ് തന്നെ പഠിക്കാം. നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ?
ചിലർക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അത് പഠിച്ചാൽ എളുപ്പമായിരിക്കും. പക്ഷെ കുറച്ച് ഇത്തിരി ഗ്യാപ്പൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട് അല്ലെ. സോ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പഠിക്കാം, അതിന്റെ മലയാളം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ദെൻ നമ്മൾ പിന്നെടുത്ത ഓട്ടോപ്സി അല്ലെ. അപ്പൊ നമുക്കറിയാം ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം അല്ലെ, അതിന്റെ സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്, മൃതശരീരങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ദെൻ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ നമുക്ക് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് വിളിക്കാം. ദെൻ നമ്മൾ മരണപ്പെട്ട വ്യക്തിയുടെ രോഗം അല്ലെ തിരിച്ചറിയാനാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. മെഡിക്കൽ പിന്നെ അതിന്റെ 2 പർപ്പസ് നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്തൊരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ മരണ കാരണം കണ്ടെത്താൻ, അതുപോലെ ടൈം മരണപ്പെട്ട സമയം, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ദെൻ അത് ബെനഫിറ്റിംഗ് ആണെന്ന് എൻഫോഴ്സിംഗ് ഏജൻസി, അതായത് ക്രൈം ബ്രാഞ്ചൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവർക്ക് ബെനഫിറ്റബിൾ ആണ്. ദെൻ പർപ്പസ് ഓഫ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസുകൾ 5 പോയിന്റുകൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതും ഇൻക്ലൂഡ് ചെയ്യാത്തതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, പഠിക്കാം. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും ക്ലിനിക്കൽ ഓട്ടോപ്സിയും സെയിം ആണ്, എങ്കിലും ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് വ്യത്യാസം പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആയിരിക്കും, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടും ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ പർപ്പസ് ഒന്നുകൂടി പറയണോ? പർപ്പസ് ഓഫ് മെഡിക്കൽ ആണോ നോക്കാം. ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. അതായത് എന്താ, നമ്മള് മരണത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ മരണ രീതി എന്താണെന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് കണ്ടെത്തുക. ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ഡിക്യൂസ്ഡ്. ഡിക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളെന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് മരണപ്പെട്ട ആളെ തിരിച്ചറിയുക, മരണപ്പെട്ട ആളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാവുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ ടൈം സിൻസ് ഡെത്ത്, മരണം നടന്നിട്ട് എത്ര സമയമായെന്ന് കണ്ടെത്തുന്നതിന്. ടു കളക്ട് ട്രേസ് എവിഡൻസ്, തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, ഒരു പുനരാവിഷ്കരണം നടത്താൻ. അതായത് റീഓർഗനൈസേഷൻ, നമ്മള് കേസ് അന്വേഷണത്തിനൊക്കെ വേണ്ടിയിട്ട് തെളിവെടുപ്പുകളും കാര്യങ്ങളും കുറ്റകൃത്യങ്ങൾ നടന്ന ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഡിക്കീസ് എന്താണ് പ്രിന്റിൽ എന്തായിരുന്നു? ഡിക്കീസ് മീൻസ് മരണപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ മരണപ്പെട്ട ആളെന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് പർപ്പസിൽ പറയുന്നത്. ദെൻ നമ്മള് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആയിരിക്കും, ML ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയോ? ഏകദേശം ഒരു 50% ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചോ? അതുകൊണ്ടാണ് ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് മാത്രം അടുത്ത ചാപ്റ്ററിലേക്ക് പോയാൽ മതിയല്ലോ. നമ്മൾ എടുത്തത് അത്രയും ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഒരു പോർഷൻ ഇത്രയൊരു ചാപ്റ്റർ ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ ഇത് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഓക്കെ, ദെൻ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, കുഴപ്പമില്ല, നമുക്ക് വയ്യ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഫ്യൂണറൽ ഹോംസിന്റെ ഷോർട്ട് നോട്ട് വേണം. ഓക്കെ, കുറച്ച് ഷോർട്ട് നോട്ടുകൾ നമുക്കൊന്ന് എഴുതിയെടുക്കാറുണ്ട്. നിങ്ങളുടെ PDF-ല് ആ സ്പേസ് ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. എക്സ്ട്രാ നോട്ടിലൊന്നും എഴുതണ്ട. നിങ്ങൾ റഫ് ബുക്ക് കയ്യിൽ വെക്കുന്നവരാണെങ്കിൽ റഫ് ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതിയെടുക്കാറുണ്ട്. ഓക്കെ, ഒരു പെണ്ണൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എഴുതാനായിട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. ഫ്യൂണറൽ ഹോംസ് നോട്ട് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഫ്യൂണറൽ ഹോംസ് എഴുതിയതാണ്. ഓക്കെ, എഴുതിയതാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നിങ്ങളൊന്ന് എഴുതിക്കോളൂ. നമ്മൾ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയണോ? ഫ്യൂണറൽ ഹോംസ് ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുതിയെടുത്തോളൂ കേട്ടോ. എഴുതിയവരാണെങ്കിൽ വീണ്ടും എഴുതണ്ട, എഴുതാത്തവരാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്, എഴുതിയെടുക്കാം. എ ഫ്യൂണറൽ ഹോം എഴുതിക്കോളൂ.
a funeral home is a business that a funeral home or funeral parlor എന്നും പറയാം കേട്ടോ. A business that provide കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എഴുതിക്കോളൂല്ലേ നിങ്ങള്? ഈ പറയണ്ടല്ലോ, കമന്റ്സ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. നീ അത് പറഞ്ഞ് ടൈം കളയണ്ടല്ലോ. എഴുതാത്തവര് അത് നോക്കിയിട്ടൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. അടുത്തത് നിങ്ങളെ ഓട്ടോപ്സി എന്നൊന്ന് എഴുതിയേ. ഓട്ടോപ്സി എന്താണ്? പോസ്റ്റ്മോർട്ടം എന്നുള്ളത്. ഓട്ടോപ്സി എഴുതിക്കോളൂ. An examination of ഫ്യൂണറൽ ഹോംസിന്റെ കമന്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോട്ട്സ് എഴുതിയവര് കമന്റിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് എഴുതാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഓട്ടോപ്സി ആണ് കേട്ടോ പറയുന്നത്. ഓട്ടോപ്സി an examination of body after death. An examination of body after death. Body after death to determine the exact cause of death. The exact cause of death. An examination of body after death to determine the exact cause of death. Okay, complete ചെയ്തോ? ഓട്ടോപ്സി എന്താണെന്ന്? Okay. Then next എഴുതിക്കോളൂ പാത്തോളജി. എന്താണ് പാത്തോളജി? ഇതേ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എഴുതാത്തവര് പെട്ടെന്ന് എഴുതിയെടുക്കാം. നെക്സ്റ്റ് പാത്തോളജി എന്ന് എഴുതാം കേട്ടോ. എക്സാമിന് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെറിയ നോട്ടാക്കി തരുന്നത് കേട്ടോ. ഇത് തന്നെ പഠിച്ച എക്സാമിന് വരണമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് നിങ്ങൾ PDF വായിക്കാം. PDF പുറമേ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾക്ക് നിങ്ങൾ PDF വായിക്കുമ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ചെറിയൊരു ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ചില വേർഡുകൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം തരികയാണ് കേട്ടോ. ഇതിലൊന്നും അല്ലാതെ നോട്ടീസ് എക്സാമിനൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. അതാണ് അധികം നോട്ട്സ് ഒന്നും തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. ഓക്കെ, പാത്തോളജി എഴുതിയോ? പാത്തോളജി is the study of diseases. രോഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ പാത്തോളജി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നിങ്ങളിപ്പോ PDF വായിച്ചു പോകുമ്പോഴേ ഈ പാത്തോളജിസ്റ്റ് ഇതൊക്കെ വായിച്ചു പോണെയാണ്. നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടോ. അപ്പൊ അത് എന്താണെന്നത് മനസ്സിലാക്കാൻ വേണ്ടി സൈഡിലൊന്ന് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇത് തന്നെ പഠിക്കണമെന്നില്ല കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതി തരുന്നത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനല്ല പറയുന്നത്. ജസ്റ്റ് നമ്മൾ വായിക്കുമ്പോ ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ എഴുതി വെച്ചതുപോലെ ഒന്ന് നോക്കാം. നിങ്ങൾ ലെക്ചർ നോട്ടൊക്കെ എഴുതിയില്ലേ ക്ലാസ്സിലൊക്കെ? അപ്പൊ അതുപോലെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ്. ഇനി പാത്തോളജിസ്റ്റ്, അടുത്തൊരു പാത്തോളജിസ്റ്റ് എന്ന് എഴുതാം കേട്ടോ. പാത്തോളജിസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു പാത്തോളജിസ്റ്റിന്റെ കാര്യം. പാത്തോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. പാത്തോളജിസ്റ്റ് ആണ്. അപ്പൊ ആരാണ് പാത്തോളജിസ്റ്റ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയണ്ട എന്താണെന്ന്. എക്സാമിൽ ചോദിച്ചില്ലെങ്കിലോ നമ്മൾക്ക് അതൊന്ന് അറിഞ്ഞിരിക്കാലോ. പാത്തോളജിസ്റ്റ് എഴുതാം. A doctor who specialize in understanding. A doctor who specializes in understanding the nature and cause of diseases. A doctor
who specialize in understanding the nature and cause of diseases. Complete it out. A doctor who specializes in understanding the nature and cause of diseases. Okay. ഇനി ഫോറൻസിക് എക്സ്പേർട്ട് എഴുതി വെക്കണോ? ആവശ്യമുണ്ടോ? പാത്തോളജിസ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഓക്കെ, എന്നാ ഫോറൻസിക് എക്സ്പേർട്ട് കൂടി ഇത് എഴുതിയെടുത്തോളൂ. ഫോറൻസിക് എക്സ്പേർട്ട് എഴുതാം. An expert is applying an expert is applying scientific comma technical or medical knowledge. An expert is applying scientific comma technical or medical knowledge to the purpose of law. നിയമവശങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്നതും അത് സയന്റിഫിക് ആയിട്ടും ടെക്നിക്കൽ ആയിട്ടും മെഡിക്കൽ നോളജ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിയമവശങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഫ്യൂണറൽ ഹോംസിന്റെ നോട്ട്സിന് എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ, നിങ്ങൾ ഫ്രണ്ട്സിനെ കൊടുക്കില്ലേ? ഫ്യൂണറൽ ഹോംസ് എത്ര പേരാണ് എഴുതാൻ ഇല്ലാത്തവരാണല്ലേ ക്ലാസ്സില്? ആണോ? റിപ്പീറ്റ് ചെയ്യണോ? നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തോളൂല്ലേ? ഷെയർ ചെയ്യില്ലേ? ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണോ? മോർച്ചറി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നത് അത് ഏതാണെന്ന് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. നമ്മളിനി അടുത്ത മൺഡേയിൽ ഇനി ക്ലാസ് ഉള്ളത്, അപ്പൊ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് പറയാം. ഓക്കെ, മോർച്ചറി എന്നുള്ള ചാപ്റ്റർ ഒക്കെ ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എടുക്കുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ്? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? നിങ്ങൾക്ക് പറയാനുള്ള ഒരു ടൈമാണ് ഇപ്പോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഒന്നും പറയാനില്ല? ഓക്കെ, ക്ലിയർ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? സ്പീഡൊക്കെ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ എടുക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ക്ലാസ്സിൽ തന്നെ ചോദിക്കാം. എല്ലാ ടീച്ചേഴ്സിനോടായിട്ടുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും. ഇനിയിപ്പോ ഡൗട്ട്സ് ടൈം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കാം. നിങ്ങൾ എടുത്ത ക്ലാസ്സിൽ ഇതൊരു ഡൗട്ട് ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് പോവുക. സംശയം വെച്ചിട്ട് പഠിക്കാനിരിക്കരുത്. ഓക്കെ, എക്സാം എന്താണ്? എക്സാമിന് ഡേറ്റ് ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളുകൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഡേറ്റ് ആകുമ്പോഴും കേട്ടോ. തിരക്കൊന്നും പിടിക്കണ്ട. അതുപോലെ തന്നെ എടുത്തത്ര നിങ്ങൾ പഠിച്ചു പോവുക. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി വെച്ചേക്കരുത്. കിട്ടുന്ന പോലെ ഓരോരുത്തർക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരും മറ്റേതെങ്കിലും കാരണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം. എങ്കിലും നമ്മളുടെ സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, Miss. Thank you, Miss. പാത്തോളജിസ്റ്റ് കഴിഞ്ഞേരം മിസ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നോ?